ഓണമെത്തുമ്പോൾ മാത്രം MLA ഓർക്കേണ്ട സ്ഥലമോ പീച്ചി ഡാം? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. പീച്ചി ഡാമിനോടുള്ള MLA കെ രാജന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയിയും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈജു കുര്യനും സംയുക്തമായി പീച്ചി ഗേറ്റിന് മുൻപിൽ നിരാഹാര സമരമിരുന്ന് പ്രതിഷേധിച്ചു. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ 10 വർഷക്കാലമായി യാതൊരു വികസനവും നടത്താതെ പീച്ചി ഡാമും ഗാർഡനും നശിപ്പിച്ച, പ്രളയം വരുത്തി പാണഞ്ചേരിക്കും പുത്തൂരിനും നടത്തറയ്ക്കും ഒല്ലൂരിനുമെല്ലാം ഭീമമായ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിന് കാരണക്കാരനായ MLA കെ രാജനും MLA ചെയർമാനുമായിട്ടുള്ള DMCക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിൽ ഒരു സമരത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബ്ലസൻ വർഗീസ്, നിബിൻ ദേവരാജ്, ജിഫിൻ സണ്ണി, ഷനൂബ് വാണിയമ്പാറ, ശ്രീജു CS, സജാദ് ഇബ്രാഹിം, ജിസൻ സണ്ണി, ഹസീന മനാഫ്, സനൽ സണ്ണി, ജിനേഷ് മൈലാട്ടുംപാറ, ബിബിൻ, ഉണ്ണി കൊച്ചുപുരിക്കൽ, സാജൻ ചുവന്നമണ്ണ, ശരത് കുമാർ, കോൺഗ്രസ് നേതാക്കളായ റോയ് കെ ദേവസി, ഷിബു പോൾ, റെജി പാണങ്കുടി, ജയ്മോൻ ഫിലിപ്പ്, സജിത നിക്കൽ, ബാബു പാണങ്കുടി, ഷിജോ പി ചാക്കോ, KM പൗലോസ്, ജയപ്രകാശ് തേക്കിങ്ങൽ, ബേബി ഖണ്ഡത്തിൽ, KC ചാക്കോ, കുമാരൻ കോഴിപ്പറമ്പിൽ, ഷാജി പീറ്റർ, ജോൺ വിലങ്ങനൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ പീച്ചി ഡാമിന്റെയും ഒല്ലൂർ നിയോജകമണ്ഡലത്തിന്റെയും ശോചനീയാവസ്ഥ നമ്മളെല്ലാവരും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്തും ഇവിടെ പറഞ്ഞതുപോലെ പിണറായി സർക്കാരിന്റെ രണ്ടാമത് റവന്യൂ മന്ത്രിയുമായ ഇവിടുത്തെ MLA കെ രാജൻ എന്ത് വികസന പ്രവർത്തനമാണ് ഈ പീച്ചി ഡാമുമായി ബന്ധപ്പെട്ട് നടത്തിയെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം. തൃശ്ശൂരിന്റെ ഏറ്റവും ഭംഗിയും അതുപോലെ തന്നെ പ്രൗഢിയും ഉണർത്തുന്ന പീച്ചി ഡാമിന്റെ ശോചനീയാവസ്ഥ, അതുപോലെ തന്നെ ബൊട്ടാനിക്കൽ ഗാർഡന്റെയും അതുപോലെ തന്നെ നീന്തൽക്കുളവും വഴിയോരങ്ങളടക്കം എന്താവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം 10 വർഷക്കാലമായിട്ട് മന്ത്രി ചീഫ് ഒക്കെ ആയിരുന്ന കെ രാജന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്തവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഇടയിൽ കല്യാണങ്ങൾക്കും മരണവീട്ടിലും മാത്രം ചെന്ന് കയറിയാൽ ഈ നാട്ടിൽ വികസനം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കാലഘട്ടത്തിൽ അദ്ദേഹം ചീഫ് വിപ്പ് ആയിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്നു. എന്നിട്ടടക്കം ഇവിടെ ഒരു രീതിയിലും പീച്ചി ഡാമിനെ ഒരു രീതിയിലും വികസനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷവും യൂത്ത് കോൺഗ്രസ് ഒരുപാട് പ്രതിഷേധവുമായി ഇവിടെ പീച്ചി ഡാമിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഇവിടെ MLAക്കെതിരെയും കഴിഞ്ഞ സർക്കാരിനെതിരെയും ഒരുപാട് പ്രതിഷേധങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് ശ്രീ MP വിൻസെന്റ് ആയിരുന്നു ഇവിടുത്തെ MLA. നമ്മുടെ മുൻപിൽ കാണുന്ന ഈ റോഡ് നമുക്കറിയാം, ഇവിടെ റോഡായിരുന്നില്ല, ഇവിടെ ചെളിക്കുഴികൾ മാത്രമായിരുന്നു ഇവിടെ നിറഞ്ഞിരുന്നത്. അത് സഞ്ചാരയോഗ്യമായി റബ്ബറൈസ്ഡ് ടാറിംഗ് ആക്കി മാറ്റി നല്ലൊരു പീച്ചിയിലേക്ക് നല്ല സഞ്ചാരയോഗ്യമാക്കി മാറ്റിയത് ശ്രീ MP വിൻസെന്റ് അവറുകളാണ്. അതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അന്ന് ഇവിടെ എന്താ പറയാ, ഇവിടെ അതേപോലത്തെ പീച്ചി ഉത്സവം ആദ്യമായിട്ട് വരുന്നത് ശ്രീ MP വിൻസെന്റ് ആണ്. പീച്ചി ഉത്സവം നമുക്ക് അതേപോലെ നല്ല രീതിയിൽ ആഘോഷമായിട്ടാണ് നമ്മളെല്ലാം ആഘോഷിച്ചത്. അന്ന് ഇവിടുത്തെ കടകൾക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ലോഡ്ജ്, അങ്ങനെ ബസ്സുകാർക്ക്, ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, എല്ലാ ആളുകൾക്കും ഒരുപാട് സമ്പാദിക്കുന്ന കാലഘട്ടമായിരുന്നു. കാരണം ഒരുപാട് നാനാ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ അതേപോലെ സ്റ്റേ അടിക്കുന്നു. കാരണം അതേപോലത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പീച്ചി ഡാമുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.